ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി വെക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഒന്നും വേണ്ട. ഇതാക്കണം, ഇതിൻ്റെ ബാക്കിൽ ഒരു വയറും ഇല്ല. ആകെ ഒരു ഇൻപുട്ട് വയർ, ബാറ്ററിക്ക് ഉള്ള ഒരു MCB 100 ആംബിയറിൻ്റെ ഒരു MCB, വേറൊരു വയറും ഇതിലില്ല. ഇത് ഇൻപുട്ട് വയറാണ്, നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ആർക്കും സിമ്പിളായിട്ട് പ്ലഗ് ചെയ്യുക. ഇതാ ഭാഗത്താണ് അടിയിൽ. ഇത് മെയിൻ ഇന്ന്, ഇത് ഔട്ട്. ആർക്കും സിമ്പിളായിട്ട് പ്ലഗ് ചെയ്യാം. ഫുള്ള് ബാറ്ററി എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഇൻവെർട്ടർ ബാറ്ററി എല്ലാം 12 വോൾട്ടിൻ്റെ സിസ്റ്റമാണ്. ഇൻവെർട്ടർ ബാറ്ററി എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഫ്രണ്ട് ഇതാ നമുക്ക് ആകെ ഒരു ഓൺ ഓഫ് സ്വിച്ച്, LCD ഡിസ്പ്ലേ എല്ലാം വരും. അപ്പോൾ നമുക്ക് ഇതിൽ ലോഡ് ചെക്ക് ചെയ്യണം. ഇതിലേക്ക് ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. നമ്മൾ ഇൻപുട്ട് ഒരിക്കലും ഇതിൽ കൊടുക്കുന്നില്ല. ഫസ്റ്റ് എന്ത് ചെയ്യുക, MCB ഇപ്പോൾ ഓൾറെഡി ഓഫാണ്. അപ്പോൾ MCB ആദ്യം ഒന്ന് ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം ഫ്രണ്ടിലെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇൻവെർട്ടർ ഓണായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ ഇവിടെ കാരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഡ് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് ഇതാ സുജാത മിക്സി വെച്ചിട്ട് നമ്മൾ ലോഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. മിക്സി ഇതിൽ വർക്ക് ചെയ്യിക്കുകയാണ്. മിക്സി കൂടി അരക്കും ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് ലോഡ് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മിക്സി ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഒരു ഇൻപുട്ട് ഒന്നും നമ്മളിതിൽ കൊടുത്തിട്ടില്ല. ഇതാണ് അതാണ് MCB ഓണാക്കി. ബാക്കിൽ വേറെ ഒരു വയറും ഇല്ല. അപ്പോൾ നമ്മൾ നേരെ ഔട്ടിൽ മിക്സിൻ്റെ പ്ലഗാണ് കണക്ട് ചെയ്യുക. ആർക്കും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ പ്ലഗ്. ഇനി മിക്സി വർക്ക് ചെയ്തു. സുജാത മിക്സിയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മളിനി ഇതാക്കണം, അരി അരക്കുകയാണ്. നല്ല അരി ഇതിൽ അരച്ചെടുക്കുകയാണ്. ബാറ്ററി എല്ലാം ഇതിലാണ്. ബാറ്ററി ഒന്നും നമ്മൾ സെപ്പറേറ്റ് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ലിഥിയം ബാറ്ററിയാണ് അതിൽ കിടക്കുന്നത്. ഇനി അരി അരക്കണം. അരി അരക്കുകയാണ്. നോക്കുകയാണ്, അരിഞ്ഞ നോക്കുകയാണ്. ഒന്നും പാടെ അരച്ച് വെക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ അരി അരച്ചു. ഇതിൽ അരച്ച അരി ഇതാകണ്ടില്ല. അരച്ച അരി ഇതാകും നമുക്ക് പാത്രത്തിൽ ഒഴിക്കുക. സൂപ്പറായിട്ട് അരിഞ്ഞ അരി സൂപ്പറായിട്ട് അരി അരിഞ്ഞു. സുഖസുന്ദരമായിട്ട് അരി അരിഞ്ഞ് നമുക്കതിൽ ഇനിയിപ്പോൾ മിക്സി നമ്മൾ വർക്ക് ചെയ്ത് ഒഴിവാക്കി. ഇനി അഥവാ ഇത് ബാക്കിയുള്ളവർക്കും ഒരു ഉപകാരപ്പെടും. ഇനി നമുക്ക് മിക്സി മാറ്റി, അരച്ചത് മിക്സി മാറ്റി വെച്ചു. അരച്ചൊക്കെ മാറ്റി വെച്ചു. മോള് ഈ ഇൻവെർട്ടർ കൊണ്ട് വേറെ ഗുണമുണ്ട്. ഈ ആർക്കെങ്കിലും സൈറ്റിൽ വർക്ക് ചെയ്യേണ്ടവർക്ക് ഇതേപോലെ ടൈൽസിൻ്റെ വർക്ക് അവർക്കൊക്കെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പെട്ടെന്ന് കറണ്ട് പോയാലും വേറെ സൈറ്റിൽ നിന്ന് ഒരിക്കലും. ടൈൽസ് മെഷീനാണത്. ഈ മെഷീൻ വെച്ച് നമ്മൾ ടൈല് കട്ട് ചെയ്യണം. ഒരു ബാറ്ററി ഒന്നും വയർ മെയിനൊന്നും കൊടുത്തിട്ടില്ല. നമ്മളിത് ഇത് വെച്ചിട്ട് ടൈല് കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ടൈല് കട്ട് ചെയ്തു. ഇപ്പോൾ ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തില്ല. ടൈല് കട്ട് ചെയ്തു, അരച്ചു. സാധാരണ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ഇതിൽ വർക്ക് ചെയ്യുക. നോർമൽ വീട്ടിലേക്ക് ഈ ഇൻവെർട്ടറും ബാറ്ററി എല്ലാം ഇതിലാണ്. ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ കാലാകാലം വെള്ളം ഒഴിക്കണ്ട. ഇതാണ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ വൈക്ക് പിന്നെ നോക്കണ്ട. പിന്നെ പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ട് ആർക്കും സിമ്പിളായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് മെയിൻ ഇതിൽ കൊടുക്കുക. ഔട്ട് ഇതിലാണ്. 3 പിന്ന് പ്ലഗ്, അത് കൊടുക്കുക. ഔട്ട് ഇതിലാണ്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്കിതൊന്ന് കഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ നമ്മളിത് കഴിച്ച് കാണിച്ചാണ്. ഫുള്ള് ബാറ്ററി
ഇത് ഇവർക്കൊക്കെ നല്ല ഉപകാരമാണ്. ഈ വീട് മാറിപ്പോകേണ്ട ആൾക്കാരുണ്ടാവും ഈ വാടക വീട്ടിൽ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വീട് മാറേണ്ടി വരും. അപ്പോൾ അവർക്കൊക്കെ ഇൻവെർട്ടർ ബാറ്ററി ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കൊണ്ടുകൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടെസ്റ്റ് ബാറ്ററി ആകുമ്പോൾ ചെരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആസിഡ് പോയി പല പ്രശ്നങ്ങളുണ്ടാവും. എവിടെ പോയി ആ കേട് വരും. പിന്നെ കുറേ കാലം വെക്കുമ്പോൾ ഇപ്പോൾ കാ പിടിച്ച് കഴിയുമ്പോൾ വയറ് കട്ട് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നം. ഇത് അതൊന്നുമില്ല. ഇത് ചെരിച്ച് വെക്കുക, കടത്തി വെക്കുക, എങ്ങനെ വെക്കാം നമുക്ക്. എങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിക്കൊന്നും മെയിൻ്റനൻസ് പറഞ്ഞ സാധനമില്ല. ഇത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വൈക്ക് പിന്നെ നോക്കണ്ട. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ബാറ്ററി വെക്കാൻ ഇതിങ്ങനെ ആയതുകൊണ്ട് ബാറ്ററി വെക്കാൻ സെപ്പറേറ്റ് സ്ഥലം ഒന്നും ആവശ്യമില്ല. എല്ലാം ഇതിൽ ഉൾക്കൊണ്ടു. സെപ്പറേറ്റായിട്ട് ഒന്നും വേണ്ട. അതങ്ങ് കൊണ്ടു വെച്ചാൽ അത് നമ്മൾ ഓഫീസുകൾക്കൊക്കെ നല്ല സൗകര്യമാണ്. എന്താണ് ഓഫീസുകൾക്കൊക്കെ ബാറ്ററി ഇതും വെക്കാൻ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ എവിടെയും വെക്കാം, ഓപ്പൺ സ്ഥലത്ത് എവിടെയും കൊണ്ടേ വെക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. വീടുകൾക്ക് അത്യാവശ്യമാണ്. വീടുകൾക്ക് സാധാരണ നോർമൽ വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റേണ്ട എല്ലാം ഇതിൽ വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടില്ല, നിങ്ങൾ അരച്ചത് കണ്ടില്ല, സുജാത മിക്സിയിലാണ് ഇപ്പോൾ നമ്മൾ അരച്ചത്. ഒരു കറണ്ട് ഒന്നും കൊടുക്കാതെ. മെയിനൊന്നും ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി കിടക്കുന്നുണ്ട്. ലിഥിയം ബാറ്ററിയാണ് ഇത് കിടക്കുന്നുണ്ട്. 100 AH ബാറ്ററിയാണ്. നല്ല പവർഫുൾ ട്രാൻസ്ഫോമറാണ്. അതും ഫുൾ കോപ്പറുള്ള ട്രാൻസ്ഫോമറാണ്. പിന്നെ ബോർഡ് ഇതാക്കണം. നമ്മളെ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതാക്കണം. ബോർഡ് ഇതാക്കണം. 16 മോസ്ഫെറ്റുള്ള ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു സൈഡിൽ 8, അപ്പുറം സൈഡിൽ 8, അങ്ങനെ 16 മോസ്ഫെറ്റുള്ള ബോർഡാണ്. 12 വോൾട്ട് സെറ്റാണ്. 12 വോൾട്ട് ഇൻവെർട്ടറിലാണ് നമ്മൾ 16 മോസ്ഫെറ്റുള്ള ബോർഡ് യൂസ് ചെയ്യുന്നത്. ആ ബോർഡ് പിന്നെ നോക്കണം, ഇതിൻ്റെ നല്ല പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് റിലേ കൊടുത്തിട്ടുണ്ട്. 100 ആംപിയറിൻ്റെ റിലേനെ. ഇത് നമ്മൾ ബാറ്ററിയിലാണ് റിലേ കൊടുത്തിട്ടുണ്ട്. ഈ റിലേ ഓഫാക്കിയാൽ ബാറ്ററി ഓഫായി. മെയിൻ അതിൻ്റെ പവർക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ കൊണ്ടെടുക്കാനൊക്കെ സുഖമാണ്. എവിടേക്കും ഓരോരുത്തർക്ക് കൊണ്ടെടുക്കണമെങ്കിലൊക്കെ ഈ റീലാണ്ട് താത്തിയാൽ മതി. അപ്പോൾ ഒരിക്കലും ബാറ്ററി ഫ്രണ്ടിൽ ഒന്നും വർക്ക് ചെയ്യില്ല. ബോർഡ് കംപ്ലീറ്റ് കറണ്ട് പോയി. ഇപ്പോൾ അതാകുമ്പോൾ ഡിസ്പ്ലേയിലൊന്നും ഉണ്ടാവില്ല. ഡിസ്പ്ലേ ബ്ലാങ്കായി. ഇത് വർക്ക് ചെയ്യിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അത് ഇനി അതാക്കണം. റീല ഓണാക്കുകയാണ്. റീല ഓണാക്കുമ്പോൾ അതാക്കണം ഡിസ്പ്ലേയിൽ ലൈറ്റ് വന്നു. അപ്പോൾ ഇത് മെയിൻ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓണായി. സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫായി. അപ്പോൾ ഇതാണ് ലിഥിയം ബാറ്ററി ഉള്ള ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.